ശിവഗിരി ഗുരുദേവന്റെ സാന്നിധ്യം കൊണ്ട് പുണ്യപരിപാവനമായി തീർന്ന തീർത്ഥഭൂമി. പടവുകൾ കയറിയെത്തുമ്പോൾ അറിവിൻ്റെ വിലാസസ്ഥാനമായി നിലകൊള്ളുന്ന ശാരദാദേവി. ആ അങ്കണത്തിൽ ഭംഗിയോടെ തണൽ വിരിച്ചു നിൽക്കുന്ന പലതരം വൃക്ഷജാലങ്ങൾ. അങ്ങനെ ശിവഗിരിക്കുന്നിൻ്റെ മനോഹാരിത വാക്കുകൾക്കപ്പുറത്തേക്ക് വിശാലമായി നിലകൊള്ളുന്നു. ഗുരുദേവന് ഏറെ പ്രിയപ്പെട്ട പർണശാലയും അവിടെ കാണാം. പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോഴാണ് ഗുരുദേവന്റെ റിക്ഷയും കസേരയും തംബ്ലറുമൊക്കെ ഭക്തിയോടെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. മനുഷ്യനൊന്നാണെന്ന തത്വം അയജ്ഞലളിതമായി മലയാളിക്ക് മാത്രമല്ല ലോകർക്കേവർക്കും പകർന്നു നൽകിയ വിശ്വഗുരുവിൻ്റെ അദൃശ്യമായ സ്പർശം നമുക്ക് അനുഭവവേദ്യമാകും. ഗുരുദേവന്റെ കിടക്കയും ഭംഗിയായി ഇവിടെയുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞ മഹാദർശനം ഇവിടെ ഈ ശിവഗിരിക്കുന്നിലെത്തിയാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത്രമേൽ പവിത്രമാണ് ഇവിടുത്തെ മൺതരികൾ പോലും. പടിക്കെട്ടുകൾക്കപ്പുറത്ത് ഗുരു തന്നെ കിളിർപ്പിച്ചെടുത്ത പ്ലാവിൻ്റെ ചോട്ടിൽ ലോകത്തിന് മുഴുവൻ നന്മ ചൊരിഞ്ഞുകൊണ്ട് ഗുരുദേവൻ സമാധി കൊള്ളുന്നു. ആശ്രയത്തിനായി കൈനീട്ടുന്നവർക്കു മുൻപിൽ ജാതിയല്ല ചോദിക്കേണ്ടത് എന്ന നിശബ്ദം ആ സമാധി സ്ഥാനത്തു നിന്നും വാക്കുകളുടെ കർപ്പൂരഗന്ധം പടർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ തിരിച്ചറിയുന്ന അസാധ്യമായൊരിടം. ഇന്ന് കാണുന്ന വർക്കലയിലെ ഈ കുന്നിന് ശിവഗിരി എന്ന് പേര് ലഭിച്ചതിന് കാരണം ഗുരുദേവനാണ്. 1904 അദ്ദേഹം ദേശാടനത്തിന് അറുതി വരുത്തി. ഗുരുദേവൻ വർക്കലയിൽ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. ശിവപാർവതിമാരെ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ശിവൻ കുടികൊള്ളുന്ന കുന്നിനെ ശിവഗിരി എന്ന് വിളിച്ചു തുടങ്ങി. ഗുരുദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം ശിവഗിരി തന്നെയായിരുന്നു. ഗുരുദേവന്റെ അഷ്ടലക്ഷ്യങ്ങളിൽ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസത്തെ വളർത്തിയെടുക്കുന്നതിനായി അദ്ദേഹം വിദ്യാലയങ്ങൾ വരും തലമുറയ്ക്കായി നൽകി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ തൻ്റെ അനുയായികൾക്ക് ഉപദേശവും നൽകി. ഗുരുദേവന്റെ അഷ്ടലക്ഷ്യങ്ങൾ നിശബ്ദം മുഴങ്ങിക്കേൾക്കുന്ന ഈ മണ്ണിൽ ടാഗോറും ഗാന്ധിജിയും അടക്കമുള്ള മഹാന്മാർ ഗുരുദേവനെ കാണുന്നതിനായി എത്തിയിരുന്നു. അത്രത്തോളം മഹത്വമുള്ള ഒരിടമാക്കി ശിവഗിരിക്കുന്നിനെ മാറ്റിത്തീർത്തത് ആ വിശ്വഗുരുവിൻ്റെ മഹാസാന്നിധ്യം തന്നെയായിരുന്നു. അങ്ങനെ ആ ദിവസവും വന്നെത്തി. കന്നി 5 നല്ല ദിവസമാണ്. വേദനയുടെ കാഠിന്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു നിന്ന ദിവസം. ഗുരുവിൻ്റെ സവിധത്തിലേക്ക് ദർശനത്തിനായി ശിഷ്യഗണങ്ങൾ എല്ലാവരും എത്തിത്തുടങ്ങിയിരുന്നു. ഗുരുദേവൻ അവരോട് ദൈവദശകം വായിക്കാൻ ആവശ്യപ്പെട്ടു. ദൈവദശകത്തിൻ്റെ വാക്കുകൾക്കുള്ളിലേക്ക് ഗുരുദേവൻ സമാധി പ്രാപിച്ചു. കന്നിമാസം 5 ആ വേളയിൽ മേഘങ്ങൾ കണ്ണീര് പോലെ ആകാശത്തിൻ്റെ അനുഗ്രഹവർഷം പോലെ നീർത്തുള്ളികൾ പൊഴിച്ചിരുന്നു. ശിവഗിരിക്കുന്നിനു മുകളിലെ സമാധിസ്ഥാനത്ത് ലോക നന്മയുടെ തിരി കെടാതെ നിലനിൽക്കുന്നു ഗുരുവിൻ്റെ ചൈതന്യം പോലെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.